സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തശ്ശി വരുണിനോട് പറയണേണ്, എന്താണെങ്കിലും പരമേശ്വരന് ഇപ്പോൾ നേരിട്ട് ബിസിനസ് കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. ആ നിലയ്ക്ക് നീയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഹണിമൂൺ ട്രിപ്പായിട്ട് പോലും കാണണ്ട. നിങ്ങൾ രണ്ടാളും കൂടി നമ്മുടെ ഗസ്റ്റ് ഹൗസിലും തോട്ടത്തിലും ഒക്കെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുന്നു. അവിടെയുള്ളവരേക്കും ഒന്ന് പരിചയപ്പെടുന്നു. അത്രയും കണ്ടാൽ മതി. അന്നേരം പത്മിനിയും പറയണേ, അതെ അമ്മ പറഞ്ഞത് തന്നെ കാര്യം. നിങ്ങൾ രണ്ടാളും കൂടി പോയി അവിടെ 2-3 ദിവസം താമസിക്കുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കുകയും ചെയ്യുന്നു. അന്നേരം വരുൺ പറയുവാൻ, അച്ഛന് വയ്യാതിരിക്കുമ്പോൾ അച്ഛന് പകരം ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഞാനാ. അതിലെനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന് ഞാൻ അവിടെ പോകാനായിട്ട് സമ്മതവുമാ. അതിനിങ്ങനെ ഒരു ഹണിമൂൺ ട്രിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ സമയം പരമേശ്വരൻ പറയണേ, മക്കൾ വളർന്ന് വലുതായി കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ കാരണവന്മാരുടെ അഭിപ്രായങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എൻ്റെ ഒരു തർക്കം വേണ്ട. നിങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോകുന്നു. 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. പ്രിയങ്ക മോൾക്ക് വരൻ്റെ കൂടെ പോകുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ശരി, അപ്പോൾ ഈ കാര്യം നമ്മൾ ഉറപ്പിക്കുക. ഇനി ഇതിൽ മാറ്റമില്ല. നിങ്ങൾ രണ്ടാളും കൂടിയും പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി റെഡിയാക്കുക. അന്നേരം പത്മിനി ചോദിക്കുക, അല്ല നിങ്ങൾക്ക് നാളെ പോകുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും പർച്ചേസ് വല്ലതും ചെയ്യാനുണ്ടോ? ഈ സമയം വരുൺ പറയണേ, ഒന്നും വേണ്ട, ഉള്ളതൊക്കെ തന്നെ മതി. അങ്ങനെ പറഞ്ഞ് വരുണകത്തേക്ക് പോകുവാണ്. ഈ സമയം മുത്തശ്ശി പറയണേ, എന്നാൽ പിന്നെ മോളും ചെന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്ക്. പിന്നീട് കാണിക്കുന്നത് രാത്രി റൂമിലിരുന്ന് സംസാരിക്കുന്ന ദേവനെയും യശോദേനെയുമാണ്. ദേവൻ പറയുവാണ്, ആ പയ്യനുണ്ടല്ലോ ജീവ, വളരെ ഗൗരവമായിട്ടാണ് വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. അപ്പം തന്നെ ഞാൻ അയാളെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു. സിനിമാക്കാരനാണല്ലോ. സത്യം പറഞ്ഞാൽ സിനിമയിൽ അഭിനയിച്ച് പണം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്കല്ലാതെ തന്നെ ആവശ്യത്തിന് സമ്പത്തുണ്ട്. പിന്നെ ഈ സിനിമാക്കാരെക്കുറിച്ച് സാധാരണ കേൾക്കാറുള്ള വാർത്തകളും മറ്റും ഉണ്ടല്ലോ, അതൊന്നും ഈ പയ്യനെക്കുറിച്ചില്ല. കൂടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം നല്ല അഭിപ്രായങ്ങൾ മാത്രമേ പറയാനുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു കുടുംബത്തിൽ നിന്ന് ഇങ്ങനൊരു ആലോചന വന്നത് നമ്മുടെ രാധികമോളുടെ ഭാഗ്യം കൊണ്ടാണ്. പ്രിയങ്കമോളെ തേടിയും വരുൺമോൻ്റെ ആലോചന വന്നത് ഇതുപോലെ ആയിരുന്നില്ലേ? നമ്മുടെ 2 മക്കളെ തേടിയും വലിയ കുടുംബങ്ങളിൽ നിന്നാണ് ആലോചന വന്നത്. ഈ സമയം യശോദ പറയുവാണ്, പക്ഷേ പ്രിയങ്കമോളുടെ കാര്യത്തിൽ നമ്മൾ ഒത്തിരി സങ്കടപ്പെട്ടിരുന്നു. ആലോചന വന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ആ സമയത്ത് ഇങ്ങനൊരു ആലോചന വന്നത് തന്നെ കഷ്ടമായി പോയിന്ന് നമ്മൾ ചിന്തിച്ചില്ലേ? ഈ സമയം ദേവൻ പറയണേ, അത് ശരിയാ, അന്ന് അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ. ഇത് നല്ല ബന്ധം, നമ്മുടെ മോളുടെ ഭാഗ്യം. ഈ ബന്ധം എത്രയും പെട്ടെന്ന് നടന്നാൽ മതിയായിരുന്നു. രാധികമോളെ ഇനിയും അമ്മ ഇങ്ങനെ കുത്തിനോവിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. എത്രയും പെട്ടെന്ന് അവൾ നല്ലൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഈ സമയം യശോദ പറയണേ, അല്ല രാധികമോളോട് ഈ കാര്യം പറഞ്ഞോ? ഇല്ല, അവൾ നാളെ പയ്യൻ വരുമ്പോൾ കണ്ടാൽ മതി. നമ്മുടെ മോള് നമ്മൾ പറയുന്നതല്ലേ അനുസരിക്കൂ. എനിക്കുറപ്പുണ്ട്, ജീവയെ കാണുമ്പോൾ രാധികമോൾക്ക് ഒത്തിരി സന്തോഷവും. എന്നാലും അവളുടെ ഇഷ്ടം അത് നമ്മൾ ചോദിക്കേണ്ടതല്ലേ? അത് കേൾക്കുമ്പോൾ ദൈവം ചോദിക്കണേ, അല്ല എന്ത് പറ്റി യശോദേ? എന്താ തനിക്ക് രാധികയുടെ കാര്യത്തിലൊരു ടെൻഷൻ പോലെ? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തുപറ്റി? എന്തെങ്കിലും ചിന്ത തൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അവൾക്ക് നമ്മൾ വിട്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ വിവാഹകാര്യം പറയുമ്പോൾ അവൾ ആ പേര് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അന്നേരം ദൈവം പറയണേ, അങ്ങനെയൊന്നുമില്ല. അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം. അതിനു മുമ്പ് അമ്മയോടൊന്ന് സംസാരിക്കണം. അവർ വരുമ്പോൾ അവരെ മുഷിപ്പിക്കുന്ന രീതിയിൽ അമ്മ ഒന്നും പറയാൻ പാടില്ലല്ലോ. അന്നേരം യശോദ പറയണേ, അത് ശരിയാ, അമ്മയോട് ദൈവമായിട്ടൊന്ന് സംസാരിക്കുന്നത് നന്നായിരിക്കും. രാധികയുടെ കാര്യമാണെന്നറിയുമ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ ഉടക്ക് പറയും. അത് പിന്നെ അവർക്ക് ഒരുമിച്ചില്ലാവില്ലേ? അത് ശരിയാ, ഞാൻ അമ്മയോട് സംസാരിച്ചോളാം. എത്രയും പെട്ടെന്ന് രാധികയെ നല്ലൊരു പയ്യൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. എന്നാലേ പിന്നെ എനിക്ക് സന്തോഷം ഉണ്ടാവും. സമാധാനത്തോടെ 2 മക്കളുടെയും ജീവിതം കണ്ട് നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാധിക ഒരുക്കിക്കൊണ്ടിരിക്കുന്ന യശോദേനെയാണ്. ഈ സമയം യശോദ ചോദിക്കുന്നുണ്ട്, മോളെ നിന്നെ എന്തിനാ ഇങ്ങനെ ഒരുക്കുന്നതെന്നൊന്നും നീ എന്താ ചോദിക്കാത്തത്? അന്നേരം രാധിക പറയണേ, എന്തിനാ ചോദിക്കുന്നത്? ഇന്നലത്തെ പോലെ ഏതെങ്കിലും വയസ്സൻ എന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ടാവും. മുത്തശ്ശി പറഞ്ഞിട്ട് അതിനായിരിക്കുമല്ലോ. അന്നേരം യശോദ ചോദിക്കണേ, മോളെ ഇനി അതുപോലെ ഒരാൾ നിന്നെ പെണ്ണ് കാണാൻ വരാൻ നിൻ്റെ അച്ഛൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്തോ എനിക്കറിയില്ല. എന്നെ നടതള്ളാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുമല്ലേ. മോളെ നീ അങ്ങനെയൊന്നും പറയല്ലേ. നിൻ്റെ വിവാഹം പെട്ടെന്ന് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ. വരുൺ നിന്നെ മറക്കണം. അതിന് നിൻ്റെ വിവാഹം നടന്നേ പറ്റൂ. പ്രിയങ്കയുടെ ജീവിതത്തിനും നല്ലത് അത് തന്നെയല്ലേ. നീയൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ദേവൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്തായി മോളെ ഒരുക്കി കഴിഞ്ഞോ? എന്താ ഇവള് പറയുന്നത്? ഈ സമയം യശോദ പറയണേ, ഇന്നലത്തെ പോലെ ഇവൾ ഏതെങ്കിലും വയസ്സനാണോ പെണ്ണ് കാണാൻ വരുന്നതെന്ന് ചോദിക്കുവാം. അന്നേരം ദേവൻ പറയണേ, മോളെ ഇന്നലത്തെ കാര്യം മോള് മറന്നേക്ക്. അത് അച്ഛനൊരു അബദ്ധം പറ്റിയതാ. ഇനി അങ്ങനെയൊന്നും ആവർത്തിക്കില്ല. ഇന്ന് വരുന്ന ആളെ മോൾക്ക് എന്താണെങ്കിലും ഇഷ്ടമാകും. അയാളെ കണ്ടു കഴിയുമ്പോൾ മോൾക്ക് ഒത്തിരി സന്തോഷമാകും. ഈ സമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഇവളുടെ ഒരുക്കമൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? അതെ, വരുന്നത് നല്ല കൂട്ടരാണ്. വെറുതെ അവർക്ക് മുമ്പിൽ വെച്ച് ആവശ്യമില്ലാത്തതൊന്നും പറയരുതെന്ന് ഇവളോട് പറയണം.
അന്നേരം ദേവൻ പറഞ്ഞേ, രാധിക മോൾ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, അമ്മ ഒന്ന് സൂക്ഷിച്ചു കണ്ടവരോട് സംസാരിച്ചാൽ മതി. ഒന്നുമില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഒരു നല്ല കാര്യമല്ലേ നടക്കാൻ പോകുന്നത്, അതിൻ്റെ ഒരു സന്തോഷം അമ്മയുടെ മുഖത്തുണ്ടാവണം. ഈ സമയം മുത്തശ്ശേരനെ സന്തോഷം, ഒരു കണക്കിന് ഇവളിവിടുന്ന് പോകുവാണല്ലോ, അത് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം രാധിക വിഷമിച്ച് നിൽക്കുമായിരിക്കും. അന്നേരം ദൈവം പറയണേ, മോള് അമ്മ പറയുന്നതൊന്നും കാര്യമൊക്കെ ഉണ്ട്, അമ്മയുടെ സ്വഭാവം മോൾക്കറിയാവുന്നതല്ലേ, അതൊക്കെ മോള് പറഞ്ഞേക്ക്. പ്രിയങ്ക മോൾക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു പയ്യനെ കിട്ടി, അതുപോലെ മോളെ എനിക്ക് നല്ലൊരു പയ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണം, എന്നാലേ എനിക്ക് യശോദക്കും നിങ്ങൾ രണ്ടാളുടെ നല്ല ജീവിതം കണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. മോളൊന്നും കൊണ്ടും പേടിക്കേണ്ട, അച്ഛനും അമ്മയും എല്ലാത്തിനും മോളുടെ കൂടെയുണ്ട്. പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ്. അവിടെ ബിജു വരുണും പ്രിയങ്കക്കും പോകാനുള്ള ലഗേജൊക്കെ കാറിലെടുത്ത് വെക്കുവാണ് കേട്ടോ. ഈ സമയം ഗൗതം അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കണേ, അല്ല വരുണും പ്രിയങ്കക്കും പിന്നാലെ നമ്മളും അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം നീ അവനോട് പറഞ്ഞായിരുന്നോ? ഇല്ല, പറയരുതെന്നല്ലേ പറഞ്ഞത്, എന്താ ഞാൻ പറയണോ? വേണ്ട, നീ എപ്പോഴും അവൻ്റെ വാലായി തൂങ്ങി നടക്കുവാണല്ലോ, അതുകൊണ്ട് നീ എല്ലാം വിളമ്പിയോന്നറിയാൻ ചോദിച്ചതാ. ഈ സമയം ബിജു പറയണേ, അതെ ഞാൻ കുറേ നാളായിട്ട് ഈ വീട്ടിലെ ചോറ കഴിക്കുന്നത്, അതുകൊണ്ട് ആരൊക്കെ പറയുന്നത് കേൾക്കണ്ടെന്നൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. ശരി, വേഗം ഇതൊക്കെ ബാക്കി. അങ്ങനെ ഗൗതമത്തേക്ക് പോകുവാണ്. ഈ സമയം കൽപ്പനയും അവിടെ ഉണ്ടാകും കേട്ടോ. അന്നേരം ഗൗതം ചോദിക്കുക, അതെ നമ്മുടെ പ്ലാനിന് മാറ്റമൊന്നുമില്ലല്ലോ? ഒരു മാറ്റവും ഇല്ല, രാവിലെ തന്നെ ഞാൻ സൂര്യ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്, ഇന്നത്തോടെ അയാളുടെ ജീവിതം അവസാനിക്കുമല്ലേ, നീ അകത്തേക്ക് വാ. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും അകത്തേക്ക് പോകുവാണ്. ഈ സമയം വരുണും പ്രിയങ്കയെ പോകാനായിട്ട് റെഡിയായിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുവാണ് കേട്ടോ. അങ്ങനെ അവരെ കാണുന്നതും പരമേശ്വരൻ പത്നിയൊക്കെ പറയുക, രണ്ടാളും സന്തോഷത്തോടെ പോയിട്ട് തിരിച്ചു വാ, നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടുതൽ അടുക്കാനും കൂടിയുള്ള ഒരു അവസരമായിട്ട് ഈ യാത്രയെ കാണണം. ശരി ഏട്ടാ എന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് വരുണും പ്രിയങ്കയും പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ ബിജുവിനോടും യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് വരുണും പ്രിയങ്കയും കൂടി കാറിൽ കയറി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. അങ്ങനെ അവരെ യാത്രയാക്കിയിട്ട് എല്ലാവരും അകത്തേക്ക് എത്തുവാണ്. ഈ സമയം കൽപ്പന ചോദിക്കുന്നുണ്ട്, അല്ലച്ച നമ്മളെപ്പോഴാണ് പോകുന്നത്? നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോകാം, അവരെ കുറച്ചവിടെ എത്തട്ടെ, അതിനുശേഷം നമുക്ക് പതിയെ പോകാം. എനിക്ക് ചന്ദ്രശേഖരനും കൂടി ബിസിനസ്സിൻ്റെ ഒരു കാര്യമായിട്ട് ഒരാളെ കാണാൻ പോകണം, അതിനുശേഷം ഞങ്ങൾ അങ്ങോട്ട് ജോയിൻ ചെയ്തോളാം, നിങ്ങളപ്പോഴേക്കും അവരുടെ കൂടെ കൂടിക്കും. ഈ സമയം മുത്തശ്ശേരനെ, എന്താണെങ്കിലും ഇങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്ത് തരണം, നമുക്കെല്ലാവർക്കും ഒന്നിച്ചൊന്ന് കുറച്ച് ദിവസം സന്തോഷിക്കാൻ പറ്റുമല്ലോ, നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞ് ഈ 2-3 ദിവസം എന്നുള്ളത് കുറച്ചുകൂടി വേണമെങ്കിൽ കൂട്ടാം. അന്നേരം സൂര്യൻ പറയണേ, സത്യം പറഞ്ഞാൽ ആദ്യ യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കത്ര താല്പര്യമൊന്നുമില്ലായിരുന്നു, പക്ഷേ എന്തോ ഇപ്പോൾ വല്ലാത്തൊരു ഉത്സാഹം പോലെ. താങ്ക് യു കൽപ്പന, നീ കാരണം ഇങ്ങനൊരു യാത്രയൊക്കെ നടന്നത് ഒത്തിരി സന്തോഷമായി എനിക്ക്. അന്നേരം കൽപ്പനയും പറയണേ, അതെ എനിക്കും ഒത്തിരി സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് ഗൗതമിനെ നോക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശീൻ്റെ അടിയിലേക്ക് വരുന്ന യശോദനാണ് കേട്ടോ. യശോദ മുത്തശ്ശിയോട് പറയണേ, അമ്മേ രാധികയെ പെണ്ണ് കാണാൻ വരുന്ന അവർ വരുമ്പോഴേ അമ്മ അവരോട് മാനിയോട്ടൊക്കെ സംസാരിക്കണേ. ഈ സമയം മുത്തശ്ശി പറയണേ, ഞാനേ അവരുടെ മുമ്പിലേക്കേ വരുന്നില്ല, ഈ റൂമിൽ തന്നെ ഇരുന്നോളാം, എന്താ അത് മതിയോ? അമ്മേ അങ്ങനെ ഇരുന്നാലും പ്രശ്നമാണ്, അമ്മയുടേന്ന് അവരന്വേഷിക്കില്ലേ, എന്തുകൊണ്ടാണ് റൂമിൽ തന്നെ ഇരിക്കുന്നതെന്ന് അവർ ചോദിക്കില്ലേ? ദേമ്മേ ഒരു കാര്യം അമ്മ മറക്കരുത്, രാധികയുടെ വിവാഹം നടക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണെന്ന് ഓർക്കണം, പ്രിയങ്കമോളുടെ ജീവിതത്തിനും അത് അത്യാവശ്യമാണ്. വരുൺ രാധികയെ മറക്കണമെങ്കിൽ അവളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം. രാധികയെ അമ്മക്ക് വെറുപ്പാണെന്ന് എനിക്കറിയാം, പക്ഷേ രാധികയെ വെറുക്കുന്നതിൻ്റെ 100 ഇരട്ടിയായിട്ട് അമ്മ പ്രിയങ്കമോളെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അവളുടെ കാര്യത്തെക്കുറിച്ച് ഓർത്തെങ്കിലും അമ്മ ഇന്ന് കുറച്ച് നന്നായിട്ട് എല്ലാവരോടും പെരുമാറണം. ഈ സമയം മുത്തശ്ശി പറഞ്ഞേ, എനിക്ക് പണ്ടറിയായിരുന്നു അവൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമെന്ന്, അങ്ങനെയായിരുന്നല്ലോ അവളുടെ സിനിമാക്കാരോടൊപ്പമുള്ള ചുറ്റലും. ഈ സിനിമാക്കാരെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? 3 മാസം കഴിയുമ്പോൾ ഇനി ഉപേക്ഷിക്കോ ഇല്ലയോ എന്ന് ആർക്കറിയാം. അന്നേരം യശോദ പറയണേ, എൻ്റെ അമ്മേ ഈ പയ്യൻ അങ്ങനെയൊന്നുമല്ല, നല്ല പയ്യനാ, നല്ല കുടുംബക്കാരാ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ജീവിയും അമ്മ അവിടെ എത്തുന്നത്. അങ്ങനെ കാറിൻ്റെ വെച്ച് കേട്ട് ദേവനും മുത്തശ്ശിയും യശോദയൊക്കെ അവരെ സ്വീകരിക്കാനായിട്ട് പുറത്തേക്ക് പോകുവാണ് കേട്ടോ. അങ്ങനെ രണ്ടാളെയും കൂട്ടി അകത്തേക്ക് വരുവാണ്. ദേവൻ അങ്ങനെ ജീവിയോടും ജീവിയുടെ അമ്മയോടും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം ജീവിയുടെ അമ്മ പറയണേ, നിങ്ങളെല്ലാവരെയും കുറിച്ച് ജീവ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സത്യം പറഞ്ഞാൽ അവൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് കുറച്ച് നാളായി സംസാരിക്കാൻ തുടങ്ങിയിട്ട്, എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് എപ്പോൾ പറഞ്ഞാലും ഇപ്പോഴൊന്നും വേണ്ടാന്നും തൻ്റെ ഇപ്പോഴത്തെ ഫോക്കസ് കരിയറിലാണെന്ന് ഇവൻ പറയും. പക്ഷേ ഇവിടുത്തെ കുട്ടിയെ കണ്ടപ്പോൾ എന്തോ അവൻ്റെ ആ ഒരു പറച്ചിലൊക്കെ മാറ്റമുണ്ടായി. അവൻ തന്നെയാണ് എന്നോട് വന്ന് ഈ കാര്യം പറഞ്ഞത്. ഞാൻ കരുതിയത് ഇവർ രണ്ടാളും ഇഷ്ടത്തിലായിരിക്കുമെന്നാ, പിന്നെ ഇവനാ പറഞ്ഞത് ഇവന് മാത്രമേ ആ കുട്ടിയോട് താല്പര്യമുള്ളെന്നും ആ കുട്ടി ഇതുവരെ പോസിറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെന്നും. ഈ സമയം അത് കേട്ടിട്ട് ദേവനും യശോദയും സന്തോഷത്തോടെ പറയുക, അത് പിന്നെ ഞങ്ങൾ വളരെ അച്ചടക്കത്തോടെയാണ് അവളെ വളർത്തിയത്, അവൾക്ക് എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ ഇഷ്ടം വലുത്, ഞങ്ങളെന്ത് പറഞ്ഞാലും അവളതനുസരിക്കും. ഈ സമയം ജീവിയുടെ അമ്മ ചോദിക്കണേ, അല്ല മുത്തശ്ശി എന്താ ഒന്നും പറയാത്തത്? ഞാനെന്ത് പറയാനാ, നിങ്ങൾ സംസാരിക്കുമല്ലേ, പിന്നെ ഈ അയൽപ്പക്കക്കാരൊക്കെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, സിനിമാക്കാരല്ലേ,
അവർക്ക് ചില മോശം കൂട്ടുകെട്ടും അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടാകുമല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. അതേക്കുന്നതും ജീവ പറയണേ, ഇത് അയൽവക്കക്കാരുടെ സംശയമല്ല, മുത്തശ്ശിയുടെ സംശയമാണ് അല്ലേ മുത്തശ്ശി? സിനിമ എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്. പക്ഷേ സിനിമയ്ക്ക് വേണ്ടി എൻ്റെ പേഴ്സണാലിറ്റി കളയാനായിട്ട് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കെൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ എന്നെ നല്ല നല്ല പാഠങ്ങൾ പറഞ്ഞു നൽകിയ വളർത്തിയതും. ഇത്രയും നാൾ എൻ്റെ ഈ സിനിമാ ജീവിതത്തിൽ ഒരു മോശം പേര് പോലും ഞാൻ വരുത്തിയിട്ടില്ല. അമ്മക്ക് കൊടുത്ത വാക്ക് ഇതുവരെ ഞാൻ പാലിച്ചിട്ടുണ്ട്, ഇനി അങ്ങോട്ട് പാലിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്